ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ലം യംതഹിന്ന, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരീക്ഷണ വിധേയരാക്കിയില്ല. ബിമാ, ചില തക്ലീഫുകളെ കൊണ്ട്. എങ്ങനെയുള്ള തക്ലീഫുകളാണ്? തഅയ്യൽ ഉഖൂലു, മനുഷ്യ ബുദ്ധികൾ അശക്തമാവുമാറുള്ള അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത നിരക്കുള്ള പ്രയാസം നേരിടുമാറുള്ള തക്ലീഫുകളെ കൊണ്ടിട്ട് നമ്മളെ അവിടെ നിന്ന് പരീക്ഷിച്ചില്ല. തയ്യല്ലുക്കൂലു, അക്കലുകൾ അശക്തമാവും അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത പ്രയാസം ഉള്ളതായിത്തീരും. ബിഹി, ആ ഒരു തക്ലീഫ് കാരണം. അങ്ങനെയുള്ള മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കൊണ്ടിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരീക്ഷണ വിധേയരാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം, ആ ശരീഅത്തുൽ ഇസ്ലാം ഉലമാക്കന്മാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും അത് മുഖേന അവ്യക്തമായതുമായ കാര്യങ്ങളൊന്നും അതിലില്ല. നമ്മോട് എന്തൊക്കെയാണോ ദീനിൽ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും തക്ലീഫ് ചെയ്ത് അഥവാ കീർത്തിക്കപ്പെട്ടത്, ചെയ്യാനും വെടിയാനും വേണ്ടി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയും വളരെ ലളിതവും വ്യക്തവുമായ രീതിയിലാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. അവ്യക്തമായതോ മനസ്സിലാക്കാൻ പറ്റാത്തതോ ആയി ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ പരിഷ്കാര്. സാധാരണക്കാരായ ആളുകൾക്ക് പലർക്കും ഖുർആൻ ഷരീഫ് നേരെ നോക്കിയിട്ടോ തിരുസുന്നത്ത് നേരെ നോക്കിയിട്ടോ എന്തൊക്കെയാണ് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങള്, എന്തൊക്കെയാണ് വിരോധിക്കപ്പെട്ട കാര്യങ്ങള് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയേണ്ടതില്ല. അതിപ്പറഞ്ഞ ആയിട്ട് ബന്ധമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും, അത് ജാഹിലായാലും വിഡ്ഢിയായാലും ബുദ്ധിയില്ലാത്തവനായാലും എല്ലാവർക്കും ഒരുപോലെ തിരിയും എന്ന അർത്ഥത്തിനല്ല. അങ്ങനെ ലോകത്തൊന്നില്ല. മറിച്ച് മഹാന്മാരായ ചിന്തകന്മാരായ വലിയ ആലിമീങ്ങളായ മഹത്തുക്കൾ, അവർക്ക് ഖുർആനും സുന്നത്തും വളരെ വ്യക്തവും ലളിതവുമായ നിലക്ക് അവർക്കത് മനസ്സിലാക്കാനാവും. അങ്ങനെ അവർ മനസ്സിലാക്കി കാര്യങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കി കണ്ടെത്തിയ കാര്യങ്ങൾ അവർ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ മഹാന്മാരായ ഉലമാക്കൾക്ക്, അതാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറഞ്ഞ, എല്ലാവർക്കും ഖുർആൻ നോക്കിയാൽ ഒക്കെ അങ്ങോട്ട് തിരിയും. അതുകൊണ്ട് എല്ലാവരും അവനാൻ സ്വന്തം ഖുർആൻ മറച്ചു വെക്കുക, ഉദു എടുക്കാൻ പോകുമ്പോൾ ഖുർആൻ മറക്കുക, എന്നിട്ട് ഖുർആനിനനുസരിച്ചാണ് ഉദു ചെയ്യുക. അതുപോലെ തന്നെ നിസ്കരിക്കാൻ സമയമാകുമ്പോൾ ഖുർആൻ മറച്ചു വെക്കുക, എന്നിട്ട് ആ ഖുർആൻ പറഞ്ഞ പോലെ നിസ്കരിക്കുക. അങ്ങനെയല്ല. മറിച്ച് ഖുർആനും സുന്നത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തുകൾക്ക് എത്തിച്ചു തന്നത് വിവരമുള്ള പണ്ഡിതന്മാരായ ആളുകൾക്ക് വളരെ ലളിതവും വ്യക്തവുമായ നിലക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ്. അങ്ങനെ ആ മഹത്തുക്കളായ ഉലമാക്കൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കിയതായ കാര്യങ്ങൾ അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ അവരെ സംബന്ധിച്ചും വ്യക്തവും ലളിതവുമായി. അഥവാ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ അവിടുന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാം ഓരോരുത്തർക്കും നേർക്ക് നേരെ മനസ്സിലാകുക എന്നതിനർത്ഥമില്ല. അങ്ങനെ ഒരു കാര്യവും ലോകത്തുണ്ടാകാനും പോകുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ അതിനൊരു ഇഷ്കാല് വരാം. എന്ത്? മുതശാബിഹായ ആയത്തുകളും മുതശാബിഹായ ഹദീസുകളും ഉണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്നതിൽപ്പെട്ടതല്ലേ എന്നൊരു സംശയം വരാം. അതിന് രണ്ട് മറുപടിയാണ് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത്. ഒന്ന്, നമ്മളീ പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകളോട് ചെയ്യാൻ വേണ്ടിയും ഉപേക്ഷിക്കാൻ വേണ്ടിയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അഥവാ തക്ലീഫ് ചെയ്ത കാര്യങ്ങൾ, അത് മുതശാബി അതിൽ പെടൂല. മുതശാബി അള്ളാന്റെ കലാമാണെന്ന് വിശ്വസിക്കാൻ മാത്രമേ കൽപ്പനയുള്ളൂ. അല്ലാതെ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള കൽപ്പന എവിടെയും ഇല്ല.
അപ്പൊ ഈ പറഞ്ഞത് മുത്തശാബിഹായ ആയത്തിനെയും മുത്തശാബിഹായ ഹദീസിനെയും ബാധിക്കുന്നില്ല. കാരണം ആ മുത്തശാബിഹായ ആയത്തുകളും ഹദീസുകളും മനുഷ്യൻ അമൽ ചെയ്യേണ്ടതായ തക്ലീഫുകളൊന്നും അതിലില്ല. മറിച്ച് അത് അള്ളാഹുവും റസൂലും പറഞ്ഞ കലാമാണ്, അത് ഹക്കാണ് എന്ന് ഈമാൻ കൊള്ളാൻ മാത്രമേ കൽപ്പനയുള്ളൂ. അതങ്ങനെ വിശ്വസിച്ചാൽ മതി. മറ്റൊരു മറുപടി എന്താന്ന് വെച്ചാൽ, ഈ ആയത്ത് മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറ മുതശാബിഹാത്ത് فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم. അവിടെ വഖഫ്. അതിന്റെ വ്യാഖ്യാനം, മുതശാബിഹ ആയത്തിന്റെ വ്യാഖ്യാനം അള്ളാഹുവിനെ അറിയൂ, വറാസിഖൂന ഫിൽ ഇൽം, അള്ളാഹുവിനെ പോലെ അള്ളാഹു തആല പ്രത്യേകമായി ഭാഗ്യം ചെയ്ത ഇൽമിൽ റാസിഖീങ്ങളായ ആളുകൾക്കും അറിയാം എന്ന്. അപ്പൊ റാസിഖീങ്ങളായ ഉലമാവിനെ അറിയാം എന്ന് വരുമ്പം അവരതിനെ ബയാൻ ചെയ്യും, ആ ബയാനിലൂടെ മറ്റുള്ളവർക്കും അറിയാം. ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. അതിൽ ആദ്യം പറഞ്ഞതാണ് കുറെ കൂടി നല്ലത്. അതായത് മുത്തശാബിഹായ ആയത്തായാലും മുത്തശാബിഹായ ഹദീസായാലും അതങ്ങനെ അള്ളാഹു അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമേ ഉമ്മത്തിനോട് കൽപ്പനയുള്ളൂ. അല്ലാതെ അതനുസരിച്ച് അമൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മുത്തശാബിയായ ഹദീസിലൂടെയോ മുത്തശാബിയായ ആയത്തിലൂടെയോ തക്ലീഫ് ഉണ്ടാവുകയില്ല. അപ്പോ അഖലികൾക്ക് അശക്തമാവുന്ന നിലക്കോ അല്ലെങ്കിൽ അഖലികളെ താങ്ങാൻ കഴിയാത്ത നിലക്ക് പ്രയാസത്തിലാക്കുന്ന നിലക്കോ ഉള്ള കാര്യങ്ങൾ തക്ലീഫ് ചെയ്തുകൊണ്ട് നമ്മളെ പരീക്ഷണ വിധേയരാക്കിയില്ല എന്ന് പറഞ്ഞതിന് അതെതിരില്ല. എന്തുകൊണ്ട് അങ്ങനെ പ്രയാസകരമായത് തക്ലീഫ് ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ? അല്ലല്ല. ഹെർസൻ അലൈന, നമ്മുടെ ഹിദായത്തിന്റെ മേൽ അങ്ങേ അറ്റത്തെ ആഗ്രഹം കൊണ്ട്, അഭിലാഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കൊണ്ട് തക്ലീഫ് ചെയ്താൽ അതനുസരിച്ച് അമൽ ചെയ്ത് സന്മാർഗം പ്രാപിക്കാൻ ഞെരുക്കമാവും, പ്രയാസമായി തീരും. അങ്ങനെ പ്രയാസം വരാതെ നമ്മളെല്ലാവരും അഥവാ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മത്തുകളൊക്കെ ഹിദായത്തിലാവണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ്, അഭിലാഷം കൊണ്ടാണ് അങ്ങനെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളെ കൊണ്ട് തക്ലീഫ് ചെയ്യാതിരുന്നത്. അപ്പോ വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന എളുപ്പമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം തക്ലീഫ് ചെയ്തത് കാരണം ഫലം നർത്തബ്, നമ്മൾ ദീനിന്റെ തക്ലീഫ് ചെയ്യപ്പെട്ട കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിലും തന്നെ നാം സംശയത്തിൽ കുടുങ്ങി വിഷമിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. റൈബ് സൂറത്തുൽ ബഖറയിലൊക്കെ ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ ആ റൈബാണ്. ഫലം നർത്തബ്, അത് കാരണം ഞങ്ങൾ വലിയ സംശയത്തിൽ കുരുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് വന്നില്ല. മാത്രമല്ല വലം നഹിം, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്താളിച്ച് നിൽക്കേണ്ട അവസ്ഥയും വന്നില്ല. നഹിം എന്ന് പറഞ്ഞാൽ തഹയ്യുറാകുക എന്നർത്ഥം. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒന്നും അറിയാതെ അമ്പരന്ന് അന്താളിച്ച് നിൽക്കേണ്ട ആവശ്യമോ, സംശയത്തോടുകൂടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത നിലക്ക് സംശയത്തിൽ കുരുങ്ങി അവ്യക്തമാവുന്ന ഒരു അവസ്ഥയിലോ നമ്മൾ പെട്ടില്ല. മറിച്ച് എല്ലാം വളരെ വ്യക്തവും സ്ഫുടവുമായ രീതിയിൽ മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും പറ്റുന്ന രീതിയിലാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ആണ്. ഹദീസിൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ടല്ലോ, തറക്തുക്കും അലൽ മില്ലത്തിൽ ബൈളാ ലാ യസിഗു അൻഹാ ഇല്ലാ ഹാലിക് ലൈലുഹാ കനഹാരിഹ ലാ യസിഗു അൻഹാ ഇല്ലാ ഹാലിക്. നിങ്ങളെ ഞാൻ അലൽ മഹജ്ജത്തിൽ ബൈളാ, വളരെ തെളിഞ്ഞ വ്യക്തമായ നേരായ വഴിയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹ, അതിൽ രാപ്പകൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ അതിലുള്ള മുഴുവൻ കാര്യങ്ങളും ഖുർആനിലും സുന്നത്തിലും വന്ന ചെയ്യാനും ഉപേക്ഷിക്കാനും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവ്യക്തമായി നിൽക്കേണ്ട ഒരു സാഹചര്യവുമില്ല. അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ചികഞ്ഞെടുത്ത് വളരെ വ്യക്തമായി ഉമ്മത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. ഒരു രക്ഷയില്ല. അല്ലാഹു തആല ഹലാക്കിന് കണക്കാക്കി ഹിദായത്ത് കൊടുക്കാത്ത ഏതെങ്കിലും ആളുകൾ വഴിതെറ്റി പോകുന്നു എന്നല്ലാതെ മനസ്സിലാക്കാൻ കഴിയാതെയോ ഉൾക്കൊള്ളാൻ പറ്റാതെയോ ഒരാളും ഈ മഹജ്ജത്തിൽ നിന്നിട്ടും തെറ്റിപ്പോകേണ്ടതില്ല. ആ നിലക്കാണ് നിങ്ങളിൽ ഞാനത് സമർപ്പിച്ചു പോകുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ ഏകദേശം ആശയം തന്നെയാണ് ഈ ബൈത്തിലും പറയുന്നത്. ഹദീസിൽ പറഞ്ഞത് നമ്മളോട് അഥവാ ഉമ്മത്തിനോടുള്ള അവിടുത്തെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് ഉമ്മത്തുകൾ എല്ലാവരും ഹിദായത്തിലാകണമെന്ന ഉത്കടമായ അഭിലാഷം കൊണ്ടാണ് ഇത്രയും പ്രകടമായ നിലക്ക് വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ചു പോയത്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം, അവിടുത്തെ മഹത്വം, അവിടുത്തെ പദവി എന്നിവ അത് നമുക്കാർക്കും മനസ്സിലാക്കാൻ ഈ ലോകത്ത് കഴിയില്ല. അയ്യൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ. അവിടെ രണ്ട് ഖിറാഅത്തുണ്ട്. ഫലൈസ യറാ എന്ന് മഅറൂഫായിട്ടുമുണ്ട്, ഫലൈസ യുറാ എന്ന് മജ്ഹൂലായിട്ടുമുണ്ട്. രണ്ടും സഹിഹാണ്. ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി. അയ്യൽ വറാ, ലോകരെ മുഴുവനും അശക്തമാക്കിയിരിക്കുന്നു. അൽവറ എന്ന് പറഞ്ഞാൽ ഹലായിക്ക് പടപ്പുകൾ എന്നർത്ഥം. അയ്യ അജസ, അശക്തരാക്കി ഇരിക്കുന്നു. അൽവറ, സൃഷ്ടികളെ മുഴുവനും അശക്തരാക്കിയിരിക്കുന്നു. എന്ത്? അയ്യന്റെ ഫായിൽ വരുന്നേ ഉള്ളൂ. ഫഹ്മു മഅനാഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാന ഗ്രഹിക്കുന്നതിൽ നിന്ന്. ഫഹ്മുകാരനെ അറിയാം, മനസ്സിലാക്കുന്നതിന്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാന എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥകൾ, അഹ്വാലുഹു സനിയ വസിഫാത്തുഹുൽ ബഹിയ, അവിടുത്തെ ഗുണഗണങ്ങളും മഹത്വങ്ങളും സ്ഥാനവലിപ്പങ്ങളും ഗ്രഹിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്നിട്ടും പടപ്പുകളെ മുഴുവനും അശക്തമാക്കിയിരിക്കുന്നു. എന്നല്ല, അള്ളാഹു ഈ ലോകത്തേക്ക് പടച്ചിറക്കിയ പടപ്പുകളിൽപ്പെട്ട ഒരു പടപ്പിനും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും സ്ഥാനവലിപ്പങ്ങളും ഗുണവിശേഷങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സംഗതിന്റെ തകരാറ് കൊണ്ടല്ല, സൂര്യന്റെ വെളിച്ചം കാണാന് ഈ നരിച്ചീറുകളുടെ കണ്ണിന് കഴിവില്ല എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അതുപോലെ തന്നെ വവ്വാലുകളുടെ കണ്ണിന് സൂര്യപ്രകാശം താങ്ങാനുള്ള കഴിവില്ല. അത് സൂര്യപ്രകാശത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് വവ്വാലുകളുടെയും നരിച്ചീറുകളുടെയും കണ്ണിന്റെ കുഴപ്പമാണ്. കണ്ണിന്റെ അശക്തി കാരണം സൂര്യന്റെ വെളിച്ചം അവർക്ക് കാണാൻ കഴിയുന്നില്ല. എന്നതുപോലെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1000 സൂര്യന്മാരെ അതിജയിക്കുമാറുള്ള മഹത്വവും ഗുണഗണങ്ങളും സ്ഥാനമഹത്വങ്ങളും, അത് ആ ശോഭ കാരണം ആർക്കും അത് എത്തിപ്പിടിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം മഹത്തരമാണ് അവിടുത്തെ മഹത് ഗുണങ്ങൾ. അതുകൊണ്ട് തന്നെ ഫലൈസ യറാ, യറാന്റെ ഫായിൽ അപ്പൊ റായിൻ എന്ന് പറഞ്ഞ യറ അറിയിച്ച ഒരു ഇസ്മ ഫായിലേക്ക് ഫായിലായി കൊടുക്കണം. അതായത് കാണുന്നവരായ ഒരാളും തന്നെ കാണുക. അല്ലെങ്കിൽ യുറ എന്ന് പറഞ്ഞാൽ കാണപ്പെടുക വരെ ആരും ഉണ്ടാകുന്ന അർത്ഥം. രണ്ടും ആശയത്തിലൊന്നും തന്നെ. പക്ഷെ യറാന്നും റിവായത്തുണ്ട്, യുറാന്നും റിവായത്തുണ്ട്. ഫലൈസ യറ എന്ന് പറഞ്ഞാൽ ഫായില് തെളിഞ്ഞ് ബേജാറായി നടക്കണ്ട. ഫലൈസ യറ എന്ന് പറയുമ്പോ ഫായില് റായിൻ എന്ന ഒരു ഇസ്മ ഫായില് സങ്കല്പിച്ചിട്ട് അതായിട്ട് ഫായിൽ വെക്കും. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരാളും തന്നെ കാണുകയില്ല. എങ്ങനെയല്ലാതെ വൈറും ഫഹീമീന. ഈ ലൈസന്റെ ഇസ്മ വൈറു മുഫഹിമാണ്. അതിന്റെ ഖബറാണ് ജുംല മുന്നിൽ വന്നത്. അപ്പോ ഫലൈസയറ, കാണുന്ന ഒരാളും തന്നെ കാണുകയില്ല. അത് ഫിൽ ഖുർബി, അടുത്ത് വെച്ചിട്ടാവട്ടെ, വൽ ബുഅദി, ദൂരത്ത് വെച്ചിട്ടാവട്ടെ. ഫീഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ആ ഗുണവിശേഷങ്ങളുടെ വിഷയത്തിൽ ഗൈറു മുൻഫഹിൻ മിൻ, ഉത്തരം മുട്ടിയവരല്ലാതെ, എന്ന് പറഞ്ഞാൽ സംസാരം കാണാൻ കഴിയാതെ നാവ് നിശ്ചലമായി പോയവരല്ലാതെ ഒരാളെയും തന്നെ കാണപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ആ ഹബീബിന്റെ മഹത്തായ ഗുണവിശേഷങ്ങള് അവയെ സംബന്ധിച്ച് ദൂരെ നിന്ന് നിരീക്ഷിക്കട്ടെ, വളരെ സമീപത്തുനിന്ന് നിരീക്ഷിക്കട്ടെ, എവിടുന്ന് നിരീക്ഷിച്ചാലും
അത് കണ്ടെത്തി ഇത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ നാവ് ചലിക്കില്ല. നാവ് മുഴുവനും നിശ്ചലമായി പോകും, മിണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വിവരിക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. അത്രമാത്രം മഹത്തരങ്ങളാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത് ഗുണങ്ങൾ. ഈ മഹത് ഗുണങ്ങളെ സംബന്ധിച്ചാണ് മാന എന്ന് പറഞ്ഞത്. ഫഹ്മു മാനാഹു പറഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാന എന്ന് പറഞ്ഞാൽ അവിടുത്തെ സദ്ഗുണങ്ങളും അവിടുത്തെ മഹത്തായ സ്വഭാവ വിശേഷങ്ങളും. അത് ദൂരെ നിന്ന് വീക്ഷിക്കട്ടെ സമീപത്തുനിന്ന് വീക്ഷിക്കട്ടെ, ഏതായാലും നോക്കുന്നവന് കാണുന്നവന് നാവ് കൊണ്ട് പറയാൻ കഴിയില്ല, നാവ് നിശ്ചലമായി പോവും. അത്രമാത്രം മഹത്തരങ്ങളാണ് അവിടുത്തെ മഹത് ഗുണങ്ങൾ. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കശംസി തൽഹറുലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകില്ലു ത്വർഫ മിൻ അമമി. കശംസി, ഒരു സൂര്യനെ പോലെ. ഇന്നലെ CN സായി ചോദിച്ചേക്ക് ചെറിയതിനെ കൊണ്ട് വലിയതിനെ ഉപമിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറെ നിവൃത്തിയില്ല. നമ്മളെ കാഴ്ചയിൽ ഏറ്റവും വലിയ ശോഭയുള്ള വസ്തുവായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് സൂര്യനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ 1000 സൂര്യന്മാരുടെ ശോഭയെ നിഷ്പ്രഭമാക്കുമാറുള്ള മഹത്തായ ശോഭയുള്ളവരാണ്. അപ്പൊ പിന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂര്യനോട് ഉപമിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ കാഴ്ചയിൽപ്പെട്ട നമുക്ക് മനസ്സിലാവുന്ന അതിശോഭയുള്ള വസ്തുവാണ് സൂര്യൻ. അതിനോട് ഉപമിച്ചു. ഒരു സൂര്യനെ പോലെ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? തൽഹറു, ആ സൂര്യൻ വെളിപ്പെടുന്നു, ലിൽ ഐനൈനി, 2 കണ്ണുകൾക്ക് വെളിപ്പെടുന്നത്, മിൻ ബുഅദിൻ, ദൂരെ നിന്ന്, എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യനെ അത്രയും ദൂരത്തിൽ നിന്ന് കാണുന്നത് എങ്ങനെയാണ്? സഗീറത്തൻ, വളരെ ചെറുതായിട്ടാണ്. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നമ്മൾ നോക്കിയാൽ ഒരു പപ്പടം പോലെയോ അല്ലെങ്കിൽ ഒരു പരിച പോലെയോ അത്രേ നമുക്കത് കാണുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു പൂർണ്ണചന്ദ്രനെ പോലെ കാണുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ്. എന്നിട്ട് പോലും തുക്കില്ലു ത്വർഫ, കണ്ണിനെ അശക്തമാക്കുന്നു. അവിടെ പറഞ്ഞ ഐനൈനി, ഇവിടെ പറഞ്ഞ ത്വർഫ്, രണ്ടും ഒരേ അർത്ഥത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ആവർത്തനം പൊതുവെ സാഹിത്യത്തിൽ അത്ര സ്വീകാര്യമല്ല. അതുകൊണ്ട് ഐനൈനി അവിടെ പറഞ്ഞാൽ ഇവിടെ പിന്നെ ഐന് പറയുമ്പോൾ ഒരേ വരിയിൽ തന്നെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു കെലിമത്ത് ഒരേ രീതിയിൽ 2 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് ഭാഷയിലെ സാഹിത്യ ഭംഗിക്ക് ചെറിയൊരു ക്ഷതം വരും എന്നതുകൊണ്ട് ഇവിടെ ത്വർഫ് എന്ന് ഉപയോഗിച്ചു മാത്രം. രണ്ടും ഒരേ ആശയത്തിലാണ്. തുക്കില്ലു, അശക്തമാക്കി കളയും ആ സൂര്യൻ, അത്വർഫ, കണ്ണിലെ. എന്തിനാല്? മിൻ അമമി, ദൂരെ നിന്നല്ല, അടുത്ത്. ദൂരെ നിന്ന് നോക്കുമ്പം തന്നെ വളരെ ചെറുതായിട്ട് കാണും. എന്നാൽ അമമ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തുമല്ല വളരെ അടുത്തുമല്ലാത്തതിനാണ് അമമ് എന്ന് പറഞ്ഞത്. ബിഫത്ഹി അവ്വലിഹീന ബൈനൽ ഖരീബി വൽ ബഈദ് എന്നാണ് അതിന് അർത്ഥം കൊടുക്കുന്നത്. നന്ന് അടുത്തുന്ന ചില ഇങ്ങനെ കുർബിന് എന്ന് അർത്ഥം പറഞ്ഞാലും ഉണ്ട്. എന്നാൽ കുർബിനി എന്നതിനേക്കാൾ അതിന്റെ ഇടയിൽ അടുത്തായാലും വേണ്ടിയില്ല, വളരെ ദൂരത്തല്ലാതെ അവിടെ നിന്ന് അടുക്കും തോറും, സമീപത്തേക്ക് അടുക്കും തോറും കണ്ണിനെ അത് അശക്തമാക്കി കളയും എന്നതുപോലെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ അകലെ നിന്ന് ആ ഹബീബിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് തന്നെ താങ്ങാൻ നമ്മുടെ കണ്ണിന് കഴിയുന്നില്ല, അത് തന്നെ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ അവിടത്തേക്ക് അടുത്ത് വരുംതോറും തീരെ ഒന്നിനും കഴിയാത്ത നിരക്ക് സൂര്യനിലേക്ക് നോക്കുകയും വളരെ അടുത്ത്, അഥവാ ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യനെ കുറെയെങ്കിലും നോക്കാം, അതുപോലെ തന്നെ അസ്തമിച്ച് പോകുന്ന സമയത്ത് കുറെയെങ്കിലും നോക്കാം. എന്നാൽ അത് നന്നായി ഉയർന്ന് ഉച്ചയോടടുത്ത സമയത്തും ഉച്ച സമയത്തുമൊക്കെ
തീരെ അങ്ങോട്ട് നോക്കാൻ പറ്റാതാകുന്നത് പോലെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമീപിക്കും തോറും അവിടത്തെ സൂര്യശോഭ കൂടുതൽ വെളിവായി. കണ്ണ് മഞ്ഞളിച്ചു പോയി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് കണ്ണിരിട്ടാവുന്നത് പോലെ ആ ഹബീബിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞാൽ അടുത്തുനിന്നായാലും ദൂരത്തുനിന്നായാലും അവിടുത്തെ മഹത് ഗുണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഈ ലോകത്ത് കഴിയില്ലെന്ന് മാത്രമല്ല, അത് എടുത്തു പറയാൻ നാവുകൾ അശക്തമാവുകയും ചെയ്യുന്ന നിലക്കാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ. എന്തുകൊണ്ട് സൂര്യന്റെ സ്ഥാനത്തുമല്ല, അതിന്റെ അപ്പുറത്താണ്. വകൈഫ യുദ്രികു ഫിദ്ദുന്യാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. വകൈഫ യുദ്രികു, ഇനി ചോദിക്കാൻ, സൂര്യനെ പോലെയാണ്. സൂര്യനോടടുത്ത് സൂര്യൻ ഉദിച്ചു ചേർന്ന സമയത്ത് കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ കണ്ണിരുട്ടാടിപ്പോകുന്നത് പോലെ ആ ഹബീബിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഉണർന്നു ചിന്തിക്കുന്നവർക്ക് തന്നെ. അതേ സമയത്ത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? വകൈഫ യുദ്രികു ഫിദ്ദുന്യാ, ഈ ലോകത്ത് എങ്ങനെയാണ് എത്തിക്കുക? ഹഖീഖതഹു, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം, അവിടുത്തെ യഥാർത്ഥമായ ഗുണമഹത്വങ്ങളും സ്ഥാനവലിപ്പങ്ങളും എങ്ങനെ എന്തിക്കും? ആര്? ഖൗമുൻ. യുദ്രിക്കുന്റെ ഫായില് ഖൗമുന്നാ വരുന്നത്. അതിന്റെ ഇടക്കാണ് ഹഖീഖതഹു എന്ന മഫ്ഊലിനെ മുന്തിച്ച് ഫിദ്ദുന്യാ എന്ന വർഫിനെയും മുന്തിച്ച് പറഞ്ഞു. ഫിദ്ദുന്യാ വർഫിനെ മുന്തിച്ച് പറഞ്ഞത് തഫ്സീസിന് വേണ്ടിയിട്ടാണ്. ദുന്യാവെന്ന് എങ്ങനെ എത്തിക്കും എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ എത്തിക്കാം. ആഖിറത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും സ്ഥാനവും പദവിയും പടപ്പുകൾക്കൊക്കെ വെളിവാവും. അപ്പോഴാണല്ലോ മഖാമം മഹ്മൂദ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോധിക്കപ്പെടുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. ഉബഅസുഹു മഖാമം മഹ്മൂദ, ആ മഖാമം മഹ്മൂദിന് അവിടത്തെ അവരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ശഫാഅത്ത് ലഭിക്കുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു. അവിടെ അത് വെളിവാവും. അതുകൊണ്ടാണ് ഫിദ്ദുന്യാ എന്ന് പറഞ്ഞത്. നേരെ ബന്ധം വകൈഫ യുദ്രികു ഖൗമുൻ, ഒരു ജനത എങ്ങനെയാണ് എത്തിക്കുക? എന്തിനെ? ഹഖീഖതഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ, അവിടുത്തെ സ്ഥാനവലിപ്പങ്ങളുടെ, അവിടുത്തെ ഗുണവിശേഷങ്ങളുടെ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് എത്തിക്കുക ഒരു കൂട്ടര്? എവിടെ? ഫിദ്ദുന്യാ, ഈ ലോകത്ത് എങ്ങനെ എത്തിക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്തിനെ? ഖൗമുൻ, ഒരു ജനത. എങ്ങനത്തെ ജനത? നിയാമുൻ, ഉറക്കത്തിനാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നാസു നിയാമുൻ ഫൈദാ മാതു ഇൻദബഹു വൈദാ ഇൻദബഹു നദിമു വൈദാ നദിമു ലം യൻഫഉഹും നദാമതുഹും എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് ഉദ്ധരിക്കുന്ന കാണാം. അന്നാസു, ഈ ദുനിയാവിൽ പൊതുവെ സാധാരണ ജനങ്ങളെല്ലാവരും നിയാമുൻ, ഒരു ജാതി മോഹനിദ്രയിൽ. അങ്ങനെയാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ ഭാഷയിൽ പറഞ്ഞാല് മോഹനിദ്രയിലാണ്. സംഗതി സംസാരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു തരത്തില് മോഹനിദ്ര എന്ന് പറയുന്ന ഒരു തരം മയക്കത്തിലാണ്. ഇനി അത് ഉണരലെപ്പോഴാണ്? വൈദാ മാതു ഇൻദബഹു, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഉണരും. അപ്പൊ കാര്യങ്ങളായി, യഥാർത്ഥങ്ങളായി അവരുടെ മുന്നിൽ വെളിപ്പെടുക. അപ്പോൾ അതുവരെ കേവലം സ്വപ്നത്തിലെന്നതുപോലെയാണ്. ഒക്കെ അങ്ങനെ. സ്വപ്നത്തിലില്ലേ, ചിലപ്പോ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നത് കാണാം, ചിലപ്പോ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് കാണാം, ചിലപ്പോ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണാം, ചിലപ്പോൾ വളരെ രുചികരമായ പാനീയങ്ങൾ കുടിക്കുന്നത് കാണാം, ചിലപ്പോ ആന പിടിക്കാൻ വരുന്നത് കാണാം, ചിലപ്പോ പാമ്പ് കടിക്കാൻ വരുന്നത് കാണാം, ഒക്കെ കാണാം. ഒക്കെ സ്വപ്നമാണ്, അതൊന്നും യാഥാർത്ഥ്യമല്ല. എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ഈ ലോകത്തിൽ ഒരു ജാതി മോഹനിദ്രയിലാണ്. ഇനി അത് യാഥാർത്ഥ്യം വെളിവാണെങ്കിൽ മരിക്കണം. മരിച്ചാലോ ഫൈദന്ത ബഹൂനദിമു, അപ്പോഴാണ് ദുന്യാവിൽ താൻ പാഴാക്കിയ അനർഘങ്ങളായ നിമിഷത്തെക്കുറിച്ചും തന്റെ സന്ദർഭങ്ങളൊക്കെ പാഴാക്കിയതിനെ കുറിച്ചുമൊക്കെയുള്ള മഹാഖേദം അനുഭവപ്പെടുന്നത്. പക്ഷെ അവിടെ വെച്ച് വൈദാനതിമൂലം എംഫൗഹുന്നതാമത്തും, അവിടെ എത്തിയിട്ട് പിന്നെ ഖേദിച്ചിട്ട് ഫലമില്ല എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അതാണ് ഖൗമുൻ നിയാം എന്ന് പറഞ്ഞത്. ഈ ലോകത്ത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള മോഹനിദ്രയിലാണ് മനുഷ്യർ.
അങ്ങനെയുള്ള മോഹനിദ്രയിൽ ആണ്ടുകിടക്കുന്ന ലോകം എങ്ങനെയാണ് ആ ഹബീബാവുന്ന തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം എത്തിക്കുന്നത്? എന്താണ് ഈ മോഹനിദ്രയിലായ ജനങ്ങളുടെ സ്വഭാവം? തസല്ലു അൻഹു, ആ യാഥാർത്ഥ്യത്തെ വിട്ട് അവര് സംതൃപ്തരായിരിക്കുന്നു. ബിൽഹുലുമി, കേവലം സ്വപ്നങ്ങളെ കൊണ്ട്. ഉറക്കത്തിലാണല്ലോ സ്വപ്നം ഉണ്ടാവുക. അങ്ങനെ വെറും ഒരു സ്വപ്ന ലോകത്താണ് അവരുടെ ജീവിതം. പിന്നെ എങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിച്ചു വരുന്നത്? യാഥാർത്ഥ്യം മനസ്സിലാവണമെങ്കിൽ, ഹബീബിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെങ്കിൽ യാഥാർത്ഥ്യങ്ങളുടെ ലോകമാവുന്ന പരലോകത്തെത്തിപ്പെടണം. ഈ ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും ഒരു തരത്തിലുള്ള മോഹനിദ്രയിലാണ്. അവരിങ്ങനെ എന്തൊക്കെയോ സ്വപ്ന ലോകത്താണ് വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേവലം സ്വപ്ന ലോകത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ സംതൃപ്തി അടയുന്ന ആളുകൾ ആ ഹബീബിന്റെ യാഥാർത്ഥ്യത്തെ എങ്ങനെ എത്തിക്കും? കഴിയില്ല. എന്നാൽ ഉണർന്നു ജീവിക്കുന്ന മഹത്തുക്കളായ ചില ആളുകളുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ റിയാദുസ് സ്വാലിഹീന്റെ തുടക്കത്തിൽ ഉദ്ധരിച്ചതുപോലെയുള്ള ചില ബുദ്ധിമാന്മാരായ ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു തരത്തിലുള്ള മോഹനിദ്രയിലും അതിനുള്ള ഒരു ജാതി സ്വപ്നലോകത്തും ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള മോഹനിദ്രയിലാണ്ട് സ്വപ്നലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആ ഹബീബിന്റെ ഹഖീഖത്ത് എന്നല്ല, കാര്യങ്ങളുടെ ഒന്നിന്റെയും ഹഖീഖത്ത്, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവില്ല. എങ്കിൽ ഹബീബിന്റെ ഹഖീഖത്ത് ഉൾക്കൊള്ളാനാവില്ല എന്ന് പറയേണ്ടതില്ല. ചുരുക്കിയാണ് പറഞ്ഞാൽ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ആകയാൽ ഫമബ്ലഗുൽ ഇൽമി, മനുഷ്യർക്ക്, ലോകർക്ക്, അൽവറ എന്ന് പറഞ്ഞത് അയൽവറ ഫൗമുമാനാഹു എന്ന അൽവറ, ആ അൽവറന്റെ ഇൽമ്. ഫമബ്ലഗുൽ ഇൽമി, ലോകർക്ക് ലഭിച്ച അറിവിന്റെ പരമാവധി. മബ്ലഗ് പറഞ്ഞതിന്റെ മുന്തഹ എന്ന് പറഞ്ഞ അറ്റം, മേലേ തല ലോകർ മനസ്സിലാക്കിയിട്ടുള്ളത് ഫീഹി, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മായനയിൽ. അങ്ങനെയാണല്ലോ അയൽവറ ഫൗമു മായനാഹു പറയും. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മായന അഥവാ ആ യാഥാർത്ഥ്യം, അവിടുത്തെ ഗുണവിശേഷങ്ങൾ, ആ ഗുണവിശേഷങ്ങളാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മായനയെ സംബന്ധിച്ച് മനുഷ്യർക്ക് എത്തിച്ച് പിടിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി എന്താണ്? അന്നഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബശറുൻ, തൻവീന് തഅദീമിന്റെ, എല്ലാം തികഞ്ഞ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണ സ്വരൂപമാണ് എന്നേ നമുക്ക് മനസ്സിലാക്കാൻ. അത് മതി, അത് ചെറുതൊന്നുമല്ല. മനുഷ്യൻ പക്ഷെ നമ്മക്കൊന്നും അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി വിഭാഗം സൃഷ്ടികൾ സൃഷ്ടിച്ചു. അക്കൂട്ടത്തിൽ മുഖറബുകളായ മലായിക്കത്തുൽ കിറാമിനെ അങ്ങേയറ്റത്തെ മഹത്വവും സ്ഥാനവും പദവിയും ഒക്കെ കൊടുത്ത് സൃഷ്ടിച്ചു. എന്നാൽ ആ മലായിക്കത്തുൽ കിറാമും മനുഷ്യരും ജിന്നുകളുമാവുന്ന ബുദ്ധിജീവികളുടെ ലോകമാണ് മറ്റെല്ലാത്തിനേക്കാളും ഉത്തമം. എന്നാൽ ഈ കൂട്ടത്തിൽ വലഖദ് കറംനാ ബനി ആദമ, അല്ലാഹു തആല പറഞ്ഞു, മലായിക്കത്തുൽ കിറാമിന്റെ വർഗവും ജിന്നുകളുടെ വർഗവും മനുഷ്യരുടെ വർഗവും തമ്മിൽ താരതമ്യം ചെയ്താൽ മനുഷ്യവർഗത്തെയാണ് നമ്മൾ ആദരിച്ചിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആകത്തുകയായ മനുഷ്യൻ, ഏറ്റവും ഉത്തമ സൃഷ്ടിയാവുന്ന മനുഷ്യൻ, ഈ മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന മഹത്വം പൂർണ്ണമായി ഒരുമിച്ച് കൂട്ടിയ ആൾക്കാണ് ബശറുൻ എന്ന് തൻവീനിട്ട് പറഞ്ഞു. ഞാൻ അതിന്റെ മേലെയൊന്നില്ല. അപ്പൊ അള്ളാഹു പടച്ച പടപ്പുകളിൽ അവൻ ആദരവ് കൊടുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആദരവ് കൊടുത്ത മനുഷ്യവർഗത്തിന്റെ ആകത്തുകയായ മനുഷ്യത്വം എന്ന് പറയുന്ന എന്തൊക്കെ മഹത്വങ്ങളും ഗുണങ്ങളും ഉണ്ടോ അത് മുഴുവനും ഒത്തൊരുമിച്ച ഒരു മഹാസൃഷ്ടിയാണ്
എന്നോണം വരെ നമുക്ക് എത്തിപ്പെടാനാവും. മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വമുള്ളവനെ മനുഷ്യനാവൂ. പണ്ട് ഞങ്ങളെ നാട്ടിലുണ്ട് അതിനൊരു വീരാങ്കാക്ക എന്ന് പറഞ്ഞിട്ടൊരു കാക്ക, നല്ല രസികര, നല്ല അർത്ഥവർത്തനം പറയും. കുട്ടികളെ, ആളും മനുഷ്യനും എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ട്. ആൾക്കാരൊക്കെ ഒന്നും മനുഷ്യനല്ല. മൂപ്പര ഭാഷയിൽ പറഞ്ഞ മനിയന്ന, ആളും മനിയനും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഴയ കാലത്തെ മലപ്പുറത്തെ ഭാഷ. ആളുകൾ എന്നതിന് ആളുകാർ, മനുഷ്യൻ എന്നതിന് മനിയൻ. അപ്പോ ആളും മനിയനും നിങ്ങളെ രണ്ടു കൂട്ടരുണ്ട്. ആൾക്കാരെല്ലാം ഒന്നും മനിയന്മാരല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ന് പറയുന്നത് അത് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരക്കൊക്കെ ആളുകൾ എന്ന് പറയാം. എന്നാൽ അതിൽ മനുഷ്യനുണ്ടായിരിക്കേണ്ട മറ്റു മൃഗങ്ങളിൽ നിന്നിട്ട് മനുഷ്യനെ വേർതിരിക്കുന്ന എന്തൊക്കെ സൽഗുണങ്ങളുണ്ടോ അതിന് മനുഷ്യത്വം എന്നാണ് പറയാ. ആ മനുഷ്യത്വമുള്ള ആളുകൾക്ക് മനുഷ്യൻ എന്ന് പറയാൻ പറ്റൂ. ആളാണെങ്കിൽ രണ്ട് കാലുമേൽ നടക്കുന്ന മനുഷ്യകോലത്തിലുള്ളവർക്കൊക്കെ ആൾക്കാർ എന്ന് പറയാം. പക്ഷെ മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ മനുഷ്യത്വം ഉണ്ടായിരിക്കണം. ഈ മനുഷ്യത്വം മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നിട്ടും മറ്റ് ജീവജാലങ്ങളിൽ നിന്നിട്ടും വേർതിരിക്കുന്ന വിശേഷ ഗുണങ്ങളുള്ളവരാണ്. ആ വിശേഷ ഗുണങ്ങളുടെ സമ്പൂർണ്ണ രൂപമാണ് ബശറുൻ എന്ന് താരീഫ് ചെയ്ത് തങ്കീർ ചെയ്ത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. എന്നാ അവിടെ തീർന്നോ? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. രണ്ട് കാര്യം നമുക്ക് തിരിയും. ഫമബ്ലഗുൽ ഇൽമി ഫീഹി, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനയെ സംബന്ധിച്ച് നമുക്കെത്തിപ്പെടാവുന്ന അറിവിന്റെ അങ്ങേയറ്റം അന്നഹു ബശറുൻ, ഒരു സമ്പൂർണ്ണ മനുഷ്യനാണെന്നും അന്നഹു, അതോടുകൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറു ഖൽഖില്ലാഹി, അല്ലാഹു പടച്ച പടപ്പുകൾ ഏതുണ്ടോ ആ പടപ്പുകളിൽ ഖൈറായവരാണ്. കുല്ലിഹിം, മുഴുവൻ പടപ്പുകളിലും, അത് മനുഷ്യരിൽപ്പെട്ടതും മലക്കുകളിൽപ്പെട്ടതും ജിന്നുകളിൽപ്പെട്ടതുമായ ഏതൊക്കെ ഹൈറായ പടപ്പുകളുണ്ടോ അവരിൽ വെച്ച് ഏറ്റവും ഹൈറായവരും ആണ് എന്ന് മൊത്തത്തിൽ മനസ്സിലായി. അല്ലാതെ അതിന്റെ വിശദാംശത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എത്രത്തോളമുണ്ട് ഇൽമിന്റെ മഹത്വം, എത്രത്തോളമുണ്ട് ഇബാദത്തിന്റെ മഹത്വം, എത്രത്തോളമുണ്ട് വിട്ടുവീഴ്ചയുടെ മനസ്ഥിതി, എത്രത്തോളമുണ്ട് വിശാല മനസ്കത, എത്രത്തോളമുണ്ട്, ഓരോ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കിയാൽ ആർക്കും ഒന്നും എത്താൻ കഴിയില്ല. നിസ്സഹായരായി നിശബ്ദരായി കണ്ണിലിട്ടടച്ച് നിൽക്കാനല്ലാതെ ഒന്നിനും കഴിയില്ല. മൊത്തം നമുക്ക് പറയാം എന്ത്, എല്ലാം തികഞ്ഞ മനുഷ്യത്വത്തിന്റെ സമ്പൂർണ്ണ രൂപമാണെന്നും അള്ളാഹു പടച്ച ആകെ സൃഷ്ടികളിൽ ഏറ്റവും ഹൈറായവരാണ് എന്നും ചുരുക്കി നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാം. മദീന വെച്ചാലോ? മതി. സമയം സാധാരണത്തെ സമയമായിട്ടില്ല. കാരണം ഇന്ന് നമ്മളെ അലി അൻസാരി ഉസ്താദിന്റെ അവിടെ നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ നബിദിന പരിപാടിയാണ്. ഇന്നും ഉണ്ട്, നാളെയും ഉണ്ട്, മറ്റന്നാളും ഉണ്ട്. അത് നമ്മളെ മക്കളാണല്ലേ. തന്നെയല്ല നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ അലി അൻസാരി ഉസ്താദ്, അദ്ദേഹത്തിന്റെ വലിയൊരു സേവനം, ചെറിയ സേവനമൊന്നുമല്ല. ഓരോ കുട്ടികളും അവരുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഉസ്താദിന്റെ പള്ളിയുടെ റൂമിലിരുന്നു കൊണ്ട് അക്ഷരങ്ങൾ തൊട്ട് അതിന്റെ മഹ്റജുകളും സിഫാത്തുകളും ശരിയാക്കി പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അങ്ങേയറ്റത്തെ കർണാനന്ദകരമായ രീതിയിൽ അത്യാകർഷകമായി ഓതാൻ പഠിപ്പിച്ച് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ ആ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സേവനം, അത് വലിയൊരു സേവനം തന്നെ. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആ ഉസ്താദിന്റെ കഠിനമായ പരിശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾ, ആ മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു മക്കളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വേദിയാണ് ഈ നബിദിന പരിപാടി. അപ്പൊ ആ പരിപാടിയിൽ ഞമ്മക്കും തന്നെ കുറെയെങ്കിലും പോയി കേൾക്കണമല്ലത്, അവർക്കൊരു പ്രോത്സാഹനം നൽകൽ നമ്മുടെ പണിയാണല്ലോ. അതുകൊണ്ട് സാധിക്കുന്നവർ, പ്രത്യേകിച്ച് കളറടികൾ ഏതായാലും അവിടെ ഐഡിയ ഇടുക, സാധിക്കുന്നവർ നമ്മുടെ കുട്ടികളുടെ പരിപാടികളിലൊക്കെ
ശ്രോതാക്കളായിരിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനും കുട്ടികൾക്കുമൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളെയും നമ്മുടെ കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ അള്ളാഹു തആല ഖൈറിന്റെ അധികാരികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്ന് തൽക്കാലം ക്ലാസ് നിർത്തുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.